ഇന്ന് ഒത്തിരി ദിവസമായി അനീത്തിനെ കണ്ടിട്ട്. ഇതാണല്ലോ ശരിക്കത്തെ ലൊക്കേഷൻ. ആ, ഇത് തന്നെ ശരിക്കത്തെ ലൊക്കേഷൻ. നേരിയ വീട്. ആ, ഇതാ അപ്പം എൻ്റെ അനീത്തിൻ്റെ വീട്. അപ്പം അകത്തോട്ട് കേട്ടോ, ഒത്തിരി ദിവസമായി വന്നിട്ട്. ഇവിടെ പട്ടിയുണ്ട് എന്നാ കേട്ടത്. ഇവിടെ സൂക്ഷിച്ച് കയറണം. പട്ടി ഉറങ്ങിയത് ഭാഗ്യം. ഓടിച്ച് കയറാം. മൂത്തമ്മ എവിടെയാ? മൂത്തമ്മ എന്താ ഇതുവരെയിലൊക്കെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇതുവരെ ഒന്നും വരാൻ. നമ്മൾ 5-ലാ മോനെ. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേനെ കല്യാണ ടൈമിലായിരുന്നു നമ്മളവിടെ കണ്ടത്. ഇപ്പോഴാ നമ്മളിപ്പോൾ വരുന്നത്. നമുക്ക് അകത്തോട്ടൊന്ന് കയറിയിട്ട് സംസാരിക്കാം നിൻ്റെ അമ്മേൻ്റെ അടുത്ത്. നമ്മുടെ മൂത്തമ്മ ബാഗിൽ എന്തെങ്കിലും പാപ്പമുണ്ടോ? ബാഗിൽ പാപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്ന. ബാഗിൽ ഫുൾ തുണിയാ. അകത്തോട്ടൊന്ന് കയറട്ടെ. ചമ്മിപ്പോയി. എന്നാൽ ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. അമ്മ അവിടെ നില്ല കേട്ടാ. ഇവിടെ തന്നെ ഇത് ചെയ്യുന്നു. അമ്മേ, അമ്മേ, മൂത്തമ്മ വന്ന്. അമ്മേ, മൂത്തമ്മ വന്ന്. എന്താ ചേച്ചിയാ? നോക്കട്ടെ. ഹായ് ചേച്ചി. ഇവിടെ എത്ര ദിവസമായി നീ കണ്ടിട്ട്? ഹായ് ഡി ജാസ്മിൻ. നിങ്ങളുടെ കല്യാണ ടൈമിലായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പം എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേടി? വാ ചേച്ചി, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. എന്നാ ഓക്കെ, വാ. എൻ്റെ വീട് അടിപൊളിയാണല്ലോ. എനിക്കറിയായിരുന്നു ചേച്ചി ഇങ്ങനെ പറയും. വാ, നമുക്ക് ഇരിക്കാം. എന്നാ ഞാനും ഇരിക്കട്ടെ ഒന്ന്. ചേച്ചി 2-3 ദിവസത്തേക്ക് മുന്നേ നമ്മുടെ ഇവിടെ രാധീഷിൻ്റെ വീട്ടിൽ അടി നടന്നായിരുന്നു. അവിടെ അകത്ത് നല്ല ഫൈറ്റ് ആയിരുന്നു. പിന്നീട് അകത്ത് ആളുകൾ കൂവിയൊക്കെ വിളിച്ച് പിന്നീട് അവിടുത്തെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പോലീസിനൊക്കെ വിളിച്ച് ഭയങ്കര കേസായിരുന്നു. അവിടെ കേസൊക്കെ നടന്ന് അവിടെ എന്തോന്ന് പറയാനാ, വലിയ അടിയായിരുന്നു. പിന്നീട് പോലീസൊക്കെ തർക്കിച്ചവിടെ നിന്ന് പിന്നീട് ഒത്തിരി സംഭവമൊക്കെ നടന്ന് ഇവിടെ കപ്പും പാത്രവും പ്ലേറ്റും എടുത്ത് തറയിലിട്ട് പൊട്ടിക്കുമായിരുന്നേ. ഭയങ്കര ശബ്ദമായിരുന്നു. അവിടെ അകത്ത് കൂവിളിയും. അവിടെ പോയി നിന്ന് നോക്കിക്കൊണ്ടിരുന്നിരുന്നു. പോലീസിനൊക്കെ വന്ന് പിന്നീട് അവിടെ പോലീസിന് പോലും ചെയ്യാൻ അതിൻ്റെ വഴക്ക് നിർത്താൻ പറ്റിയില്ല. പിന്നീട് ലാസ്റ്റ് പൊങ്കിര അടിയായിരുന്നു. പിന്നീട് പോലീസ് എന്തൊക്കെ ഇത് പറഞ്ഞ് ഒത്തിരി ഇതൊക്കെ പറഞ്ഞ് ഇത് അടിയൊക്കെ നിന്ന് പിന്നീട് ഇവിടെ കരച്ചിലായിരുന്നു. പിന്നീട് അത് പറയുമ്പോളേ നമ്മുടെ തലേൻ്റെ ചേച്ചിയൊന്ന് കാണുമായിരുന്നു അവിടുത്തെ അടിയൊന്ന്. ചേച്ചി എന്തോന്ന് ഇത്ര ടൈം പറഞ്ഞുകൊണ്ടിരുന്ന നീ? അപ്പം ഇത്രയും ടൈം പറഞ്ഞൊക്കെ വേസ്റ്റ്. അപ്പം ഇതൊന്നും കേട്ടില്ലായിരുന്നല്ലേ? ഇങ്ങോട്ടും ഇല്ല, ചുമ്മാ ഒന്ന് എങ്ങോട്ടൊന്ന് നോക്കിയിരുന്നത്. എന്നാലും ചേച്ചി എങ്ങോട്ടായിരുന്നു നോക്കിയിരുന്നത്? എന്നെ ഒന്ന് കാണിച്ചു തരുമോ ആ സ്ഥലം ഒന്ന്? എന്നാ ശരി, ഇതോ ആ സ്ഥലം. നീ എൻ്റെ ചേച്ചിയാവുകൊണ്ട് ഞാൻ തരാം. എണ്ണിക്കട്ടോ ഒന്ന് തരാൻ വേണ്ടി. താങ്ക് യു അടി. അയ്യോ, എനിക്കിപ്പോഴാ മനസ്സിലായത്. എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം പോവാണേ. അയ്യോ ചേച്ചി, ചെടി എടുക്കുന്നില്ലേ?
ചേച്ചി ചെടി എടുക്കുന്നില്ലേ ചേച്ചി? അയ്യോ വെള്ളത്തിൽ കാര്യം മറന്നുപോയി. സോറി. അയ്യപ്പോ നല്ല വീട്ടുണ്ട്. ആരെങ്കിലും കൂടെ കാണുമെന്ന് തോന്നുന്നത് പിടിക്കാൻ. നീ ഇറങ്ങുവാണേ. ബായ് സീതാറ്റ. ചിരിപ്പുണ്ട് കേട്ടോ. ഇവൾക്കെന്താ അറിയായിരുന്നത്? ഞാൻ ഇത്ര ദിവസം ഈ ചെടി എടുക്കാൻ വേണ്ടി ഡ്രോൺ വെച്ച് അവളുടെ വീട് ഫുള്ള് നോക്കിയിരുന്നത്. ഈ ചെടി നല്ല വായിച്ച ഈ ചേച്ചിക്ക് എന്താ അറിയാന്ന? ചേച്ചി ഈ ചെടി പിടിച്ച് ഈ ചേച്ചീൻ്റെ ഊപ്പാടിളകും. അത് സത്യം തന്നെ.